ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഓണത്തിന് നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ജ്വല്ലറി കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് സംഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഓണത്തിന് എല്ലാവരും എന്തായാലും ജ്വല്ലറീസ് ഒക്കെ പെയർ ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ പൈസ കൊടുത്ത് കുറേ ജ്വല്ലറീസ് വാങ്ങി നമുക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു അണ്ടർ 300 ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് ജ്വല്ലറി നെക്ലസും അതുപോലെ തന്നെ കമ്മലും വരുന്ന സെറ്റ്, അങ്ങനെയുള്ള ജ്വല്ലറി സെറ്റിൻ്റെ ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചോക്കറാണ്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ചോക്കറാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ജ്വല്ലറീസ് എല്ലാം അണ്ടർ 300 ആണ്. സോ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ അത് മാത്രമല്ല ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഈ ഒരു ചോക്കറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് സാരിയുടെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ സ്കേർട്ടും ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു ചോക്കറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്മൽ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റഡാണ് വരുന്നത്. ഓക്കെ, കുഞ്ഞു കമ്മലാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഒരു നെക്ലസ് ആണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് വരുന്ന ടൈപ്പ് ഓഫ് നെക്ലസ് ആണ് വരുന്നത്. ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് റിയൽ ഗോൾഡിൻ്റെ ഒക്കെ പോലെ ഒരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷേ ഹെവി ആണോ എന്ന് വെച്ചാൽ ഹെവിയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നെക്ലസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവിയാണ്. ഒട്ടും ലൈറ്റ് വെയിറ്റ് അല്ല. ലൈറ്റ് വെയിറ്റ് ആണെങ്കിലാണ് പെട്ടെന്ന് നാശമായി പോകുള്ളൂ. ഇത് അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മാങ്ങാമാലയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റിക് ജ്വല്ലറി ഒക്കെ ഇല്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നമുക്ക് നല്ല ഭംഗിയുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. 300 റുപ്പീസിൽ താഴെയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളൊരു സംഭവം കൂടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കളറൊന്നും പെട്ടെന്നൊന്നും പോകുന്നൊന്നുമില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2-3 വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല രസമുള്ളൊരിതാണ്. എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് നെക്ലസ് ആണ് ഇതും. ആൻഡ് ഇതാണ് പിന്നുള്ളത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരു 400-500 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് വെറും 157-137 ആ ഒരു റേഞ്ചേ ഉള്ളൂ. ശരിക്കും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാരിയുടെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ആ ഒരു അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാതെ ഭയങ്കര എലഗൻ്റ് ആയിട്ട് കിടക്കുന്നൊരു സംഭവമാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്. എന്തായാലും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല. ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേറെ കുറേ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. കാരണം ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായി പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ചോക്കറാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ചോക്കറാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള നല്ല രസമുള്ളൊരു ചോക്കറാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നേരത്തുള്ള സാധനങ്ങൾ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ചോക്കറാണ്. ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഈ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ്. അത്യാവശ്യം ഹെവിയാണ്. ഇത് ആക്ച്വലി കൊള്ളാം, പക്ഷെ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ ആ പ്രോഡക്റ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു ടൈപ്പ് നീളത്തിലുള്ളൊരു സാധനം എല്ലാവർക്കും ചേരണമെന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ ഫേസിന് തൊട്ടും ചേരാത്തൊരു ഷേപ്പാണ്. സോ അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. കുറച്ചുകൂടെ റൗണ്ട് ഫേസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടത്. ഇത് എന്നെപ്പോലെ കുറച്ച് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വലിയൊരു ഭംഗി തോന്നാത്തൊരു സംഭവമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ അത്രേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഒന്ന് വാങ്ങിയപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി. അതല്ലാതെ അതിൻ്റെ സിംഗിൾ ആയിട്ടും അതിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അതാണ് കാർട്ടിൽ എടുത്തിട്ടത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണ് ഇത്. കോംബോ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ചോക്കറും 2 ചോക്കറും ഒരു നെക്ലസും ഒരു ചോക്കറും. യെസ്, അങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ക്വാളിറ്റി എനിക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ യെല്ലോ പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു യെല്ലോയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇതും ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇട്ട് കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, കാണും പോലെയല്ല, നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോഴും രസമുണ്ട്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത്. ഇത് കാണാനും ഇതെല്ലാം കൊള്ളാം, നല്ലതായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കളറാണ് പറയുന്നത്. ഇത് ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇട്ടപ്പോൾ വലിയതായിട്ട് അറിയുന്നില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഫേസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്വാളിറ്റിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത് ഒന്നാമത്തെ കാര്യം. ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ കളറ് നമുക്ക് പോകോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ ഒരു യെല്ലോയിഷ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്ക് ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് ഇടാലോ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൈസ്, കൊള്ളാം. ക്വാളിറ്റി ഇല്ലെങ്കിലും നമ്മൾ ഭംഗിയുണ്ടെങ്കിൽ ഇടും, ഞാനിടും. അപ്പം അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്, ഗ്രീനൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് കളറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ കോംബോ ആയിട്ട് കിട്ടിയൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ഒരു സെയിം സാധനത്തിൻ്റെ ഒരു സിംഗിൾ ചോക്കറായിട്ടാണ് വരുന്നത്. സിമ്പിളായിട്ട് വരുന്നൊരു ചോക്കറാണ്. ആ സെയിം അതിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഈ ഒരു പെൻഡൻറ്റ് ഈ സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതിലൊരു സിമ്പിളായിട്ടുള്ള ചെയിൻ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒരു ഭയങ്കര സിമ്പിളായി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഇതും കുറച്ച് യെല്ലോയിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇട്ട് വരുമ്പോൾ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കമ്മൽ വലിയ രസമില്ല കാണാനായിട്ട്. കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മാല കൊള്ളാം. ചോക്കർ ആക്ച്വലി നൈസാണ്. ഇതാണ് കമ്മൽ വരുന്നത്. ഇത് വലിയ ഒരു എന്തോ ഒരു സംതിങ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പക്ഷെ കൊള്ളാം, മാല കൊള്ളാം. ഇത് ആക്ച്വലി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് പിന്നെ ചോക്കേഴ്സൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡ് നെക്കായിട്ടുള്ള ബ്ലൗസസിനൊക്കെ ആണെങ്കിലാണ് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാലയല്ല, ഈ ഒരു ഹെവി ജുംക്കയാണ് കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് ആണ്. ഇത് ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലായിടത്തും നല്ല റേറ്റ് ഉണ്ട്. എല്ലായിടത്തും ഏകദേശം ഒരു 500 എബോ ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് കിട്ടിയത് 100 സംതിങ്ങിനാണ്. അതും മീഷോയിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഓവറായിട്ട് വലിയതായ പോലെ, കുറച്ച് വലിയ ഫേസുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് ചബ്ബി ഫേസുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചൊരു റൗണ്ട് ഷേപ്പുള്ള ഫേസുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ചേരുന്ന ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു ചേരായിക എനിക്ക് ഫീൽ ചെയ്യുന്നു. ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ചിലവർക്കൊക്കെ ഇത്രയും ഹെവി ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. എനിക്ക് ഇത്രയും ഹെവി ഇടുമ്പോൾ എനിക്ക് ഒട്ടും ചേരാത്ത പോലെ എനിക്കൊരു ഫീലിംഗ്, അത്രയേ ഉള്ളൂ. അല്ലാതെ സാധനം എന്തായാലും അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, എന്തായാലും വേർത്താണ്. പക്ഷേ എനിക്ക് മാച്ചില്ലാത്ത പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും മാല ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒന്നില്ലെങ്കിൽ മാല ഹെവി ആയിട്ടുള്ള മാല ഇടുമ്പോൾ ഇയറിങ്സ് സ്റ്റഡാക്കാൻ ശ്രദ്ധിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഭയങ്കര ലൗഡായി പോവും, ഒരു ഭംഗിക്കുറവ് ഉണ്ടാവും. സോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനിപ്പോൾ മാലയൊന്നും പെയർ ചെയ്യാത്ത. വലിയ കുഴപ്പമില്ല. പിന്നെ നല്ല പെയിൻ ഉണ്ട്, ഒരു കംഫർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഹെവി ആണല്ലോ, അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ചെവിയിലിരിക്കുള്ളൂ. പക്ഷെ അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം പെയിനും തോന്നുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, നമുക്ക് കുറേ നേരം ഒന്നും ഇട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്, നല്ല ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കൊള്ളാം, അത്യാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. പിന്നെയുള്ളൊരു നെക്ലേസ് ആണ് ദേ ഈ ഒരു സംഭവം. നമ്മൾ നേരത്തെ മാങ്ങാമാലയുടെ തന്നെ വേറൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഞാൻ പക്ഷേ ഇതിൻ്റെ ഗ്രീൻ മാത്രമായിട്ട് അവൈലബിൾ ആണ്, റെഡ് മാത്രം അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ മിക്സിങ് വരുന്നത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു മിക്സിങ് ആയിട്ട് പെയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സാധനമാണിത്.
ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സാരിയുടെ കൂടാണ് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് എനിക്കൊരു തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ എന്നാലും കൊള്ളാം, ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതിനും ഏകദേശം ഒരു 300 ബിലോ ആണ് വരുന്നത് പ്രൈസ്. ഭയങ്കര വേർത്തായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെക്ലെസ് ആണ് കേട്ടോ ഇത് നേരത്തെ നമ്മൾ പെയർ ചെയ്ത ലോട്ടസിൻ്റെ തന്നെ വേറെ ഒരു കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല, അത് ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷെ കൊള്ളാം, നല്ല ഒരു ഭയങ്കര ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. കമ്മലും അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ലോട്ടസിൻ്റെ തന്നെ കുറച്ചുകൂടെ മുത്തൊക്കെ വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും ഏകദേശം 300 താഴെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു സാരിയുടെ കൂടെ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സ്കേർട്ടും ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊരു ഹ്യൂജ് മീഷോ ജ്വല്ലറി കളക്ഷൻ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ 300 താഴെ മാത്രം വരുന്ന ജ്വല്ലറി പീസസ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ പെയർ ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ പൈസ കൊടുത്ത് നമ്മൾ ജ്വല്ലറീസ് വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 1 ഇയർ മാത്രമേ അതൊക്കെ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ജ്വല്ലറി ഹോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ഇയർ നമ്മൾ വേറെ വാങ്ങിച്ചാൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.